വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിലെ ഇഡി റെയ്ഡും നേതാക്കളുടെ പ്രതിഷേധവും തിരുവനന്തപുരം നഗരത്തിൽ വൻ തെരുവ് യുദ്ധമായി പടർന്നപ്പോൾ മറ്റു പ്രമുഖരെല്ലാം തക്കം പാർന്ന് തടിയൂരി. എന്നാൽ സമരവീര്യത്തിന്റെ പഴയ അതേ ചോരത്തിളപ്പോടെ പോലീസും ഇഡി ഉദ്യോഗസ്ഥർക്കുമെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തി, അതായത് CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു. ഒടുവിൽ സമരം തണുത്തപ്പോൾ കേസും അറസ്റ്റുമായി കടുത്ത ജയിൽവാസം അനുഭവിക്കുന്നത് ബിനുവും CPM-ലെ കുറച്ച് പ്രവർത്തകരും മാത്രം. ബിനുവിനിപ്പോൾ ഷുഗർ കൂടി കാലുപോലും നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ പാർട്ടി ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ മാന്യമായി മര്യാദയായി ജീവിച്ചോളാമെന്നാണ് ബിനു ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്. സംഭവം നടന്ന നാളുകൾ പിന്നിട്ടിട്ടും ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ബിനുവും കൂട്ടാളിയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണില്ല. വീണ വിജയന് ഇതുവരെ അറസ്റ്റ് ഭീഷണിയോ മറ്റ് നിയമ നടപടികളോ നേരിടേണ്ടി വന്നിട്ടില്ലെന്നിരിക്കെ പാർട്ടിക്ക് പ്രതിരോധ കവചമൊരുക്കാൻ എടുത്തു ചാടിയ ബിനുവും സംഘവും ഇപ്പോൾ അഴിക്കുള്ളിലാണ്. 1-2 ദിവസമല്ല, 50 ദിവസമായി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുന്നത് ബിനുവിന്റെ ഒരു പഴയ സഹപാഠി പങ്കുവച്ച വൈകാരികമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. രാഷ്ട്രീയത്തിന്റെ വെറുപ്പും വിദ്വേഷവുമല്ല, മറിച്ച് സൗഹൃദത്തിന്റെ നൊമ്പരമാണ് ആ വാക്കുകളിൽ നിറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന ആ ഒരു ചിത്രം. തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആദ്യമായി സ്കൂൾ മുഴുവനും മീന ഹോട്ടലിലെ IP എന്ന പേരിൽ അറിയപ്പെടുന്ന ബിനു IPയെ കണ്ടുമുട്ടുന്നു. വെളുത്ത് മെലിഞ്ഞൊരു ചുള്ളൻ ചെക്കൻ. 8ാം ക്ലാസ്സിലോ 9ലോ എത്രയെന്ന് എനിക്ക് അറിയില്ല. സ്കൂൾ മുഴുവനും കുപ്രസിദ്ധമായൊരു ഇന്റർവെൽ തല്ലിന്റെ പേരിൽ ഹെഡ് മാസ്റ്റർ എംഫ്രോം ഫാദർ ഇവനെയും മറ്റു കൂട്ടാളികളെയും TC നൽകി സ്കൂളിൽ നിന്നും പറഞ്ഞയക്കുന്നു. അതിനുശേഷം മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ നിന്നാണ് IP 10ാം ക്ലാസ് പാസ്സാകുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നീട് പലപ്പോഴും ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് ചിരിച്ചു കൊണ്ടുവന്ന് സൗദം പുതുക്കുകയും മെഡിക്കൽ കോളേജ് സ്കൂളിലെ SFI നേതാവായി മാറിയ അവന്റെ വീരഗാഥകൾ വിളമ്പുമുണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാത്ത സ്കൂളിലെ ഞങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ സംഭവമായി തന്നെയായിരുന്നു അത്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജിലേക്ക് പോയ ഞാൻ കാണുന്ന IP സംസ്കൃത കോളേജിലെ SFI നേതാവായും ഒരു സംഘം എന്തിനു പോകുന്ന ചെക്കന്മാരുടെ ഗ്രൂപ്പ് ലീഡർ ആയിട്ടുമാണ്. SFI സമരമുഖങ്ങളിലെ ഏറ്റവും അപകടമായ ഗ്യാങ് അക്കാലത്ത് സംസ്കൃത കോളേജ് ഗ്യാങ് തന്നെയായിരുന്നു. പോലീസ് ലാത്തിചാർജ് നടപടികളിൽ മുന്നിൽ നിന്ന് പോലീസിനെ അറ്റാക്ക് ചെയ്യുന്ന ടീം. തിരുവനന്തപുരം നഗരവീഥികളിൽ മണിക്കൂറുകൾ സംഘർഷം നിലനിർത്തി വിദ്യാർത്ഥി സമരങ്ങളെ വാർത്തകളിൽ നിറയ്ക്കുന്ന റിയൽ ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ റിയൽ ഗില്ലറികൾ. പിന്നീട് വളരെ വേഗത്തിലായി അവന്റെ വളർച്ച. SFI DYFI നേതൃത്വ നിരയിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന നേതാവായി IP ബിനു മാറി. യൂണിവേഴ്സിറ്റി കോളേജിലും എന്റെ സമകാലീനൻ ആയിരുന്നു IP. കോളേജ് കാലം കഴിഞ്ഞ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച എനിക്ക് പലപ്പോഴും LDF ഭരണകാലത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ അവനൊരു മടിയും കാട്ടിയിരുന്നില്ല. ഒരു പ്രാവശ്യം കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട IP ഇപ്പോൾ CPM പാളയം LC സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ വീണ വിജയന് വേണ്ടി സമരത്തിനിറങ്ങി മറ്റെല്ലാ നേതാക്കന്മാരും CPM-ന്റെ സ്വഭാവം നമുക്കറിയാം. കൂടെ നിന്നുകൊണ്ട് കൈവെട്ടുന്ന അല്ലെങ്കിൽ തലവെട്ടുന്ന ഒരു സ്വഭാവമാണ്. അന്ന് DYFI-ലെ സംസ്ഥാന സെക്രട്ടറി അടക്കം അന്ന് ഉണ്ടായിരുന്ന A റഹീം ഉണ്ടായിരുന്നു, CPM-ലെ പ്രശാന്ത് ഉണ്ടായിരുന്നു, മുൻ MLA പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരാരും ആക്രമിച്ചുമില്ല. വലിയ രീതിയിൽ പ്രശ്നമുണ്ടായപ്പോൾ എല്ലാവരും പിൻവലിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീണ വിജയന് വേണ്ടി അടിയുണ്ടാക്കി ഇപ്പോൾ വീണയോ വീണയുടെ ഭർത്താവോ മുഖ്യമന്ത്രിയോ ആരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. അന്ന് തന്നെ അടിയുണ്ടായപ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിനെപ്പറ്റി പറയാനുണ്ട് ചോദിച്ചപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ വന്ന് അടിയുണ്ടാക്കാൻ എന്നൊക്കെ തരത്തിലുള്ള സംസാരമാണ് അന്ന് പിണറായി വിജയനും കുടുംബവും ഒക്കെ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ IP ബിനുവിനെ ഒരു പാർട്ടി പ്രവർത്തകന് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് ഇട്ടിരിക്കുന്നു. സ്വാഭാവികമായി നമുക്കറിയാം ഗോവിന്ദന്റെയൊക്കെ MV ഗോവിന്ദന്റെയൊക്കെ സ്വഭാവം എന്താണെന്ന്. തള്ളിക്കളയുക. സ്വന്തം പാർട്ടി പത്രത്തെ പോലും തള്ളിക്കളഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. അപ്പോൾ പിന്നെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ തള്ളിക്കളയാൻ MV ഗോവിന്ദന് വെറും മിനിറ്റുകൾ മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് IP ബിനു ജയിലിൽ നിന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ, EDയുടെ കനിവ് തേടി ജാമ്യം കിട്ടുകയാണെങ്കിൽ പുറത്തിറങ്ങിയാൽ ഈ തുക്കട CPM പാർട്ടിയിലൊന്നും പോവാതെ എന്തെങ്കിലും വല്ല കച്ചവടം നടത്തി ജീവിച്ചാൽ സ്വസ്ഥമായിട്ടും മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും.